പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദുവിൻ്റെ അടുത്താണെങ്കിൽ നവീന ഇഷ്ടമൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അപ്പം നമ്മളെ നന്ദു ആണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ആ ഒരു ഷോക്കായ അവസ്ഥയിലൊക്കെ നന്ദു ഇരിക്കും. അപ്പം നന്ദു എന്ത് മറുപടി പറയണമെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലൊക്കെ നമ്മളെ നന്ദു ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവീനായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മളെ നന്ദു കണ്ടിട്ടില്ലായിരുന്നല്ലോ. അപ്പം നവീനൻ്റെ മനസ്സിലെന്താ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലൊക്കെ നമ്മളെ നന്ദു ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നന്ദു നമ്മളെ അനിയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ടാണെങ്കിൽ ഈ നവീൻ വന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയാൻ വേണ്ടി അനിയെ വിളിക്കുന്നത്. അപ്പം അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ നീ വിളിച്ചത്. നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ ഞാനും എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ നീ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പുറത്ത് വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദു അനിയും ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നന്ദു ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാനിനി നവീനേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി അനിയടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഇനി അനിയും അതുപോലെ നവീനേട്ടനും ഇനി അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ നന്ദുവിൻ്റെ മനസ്സിൽ. പക്ഷെ നമ്മളെ നന്ദുവിന് അറിയത്തില്ലല്ലോ ഈ കാര്യം നവീൻ മുമ്പ് നമ്മളെ അനിയടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നന്ദുവിന് അറിയത്തില്ലല്ലോ. അപ്പം നന്ദു ആണെങ്കിൽ എന്തായാലും രണ്ടും കൽപ്പിച്ച് അനിയടുത്ത് ഈ കാര്യം പറയാൻ വേണ്ടി തന്നെ നമ്മളെ നന്ദു തീരുമാനിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ഇങ്ങനെ അവർ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചൊക്കെ നടന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. കളിച്ചും ചിരിച്ചൊക്കെ നടന്ന് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നവീനാണെങ്കിൽ ആ വഴി ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നന്ദുവിനെ കാണുന്ന സമയത്തും അനിയും കാണുമ്പോഴത്തേക്കും നമ്മൾ നവീനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൾ അതിനുള്ളൊരു മറുപടിയോ കാര്യങ്ങളൊന്നും തരാതെ ആണെങ്കിൽ അവൾ ആ അനിയുമായിട്ട് ഇവിടെ ഇങ്ങനെ കളിച്ച് ചിരിഞ്ഞൊക്കെ അവൾ നടക്കുന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു ദേഷ്യവും നമ്മളെ നവീൻ്റെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം അനി നന്ദുവിൻ്റെ മനസ്സ് കീഴടക്കിയോ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ നമ്മളെ നവീന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അനാമികയൊക്കെ പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, എന്തായാലും എനിക്ക് കിട്ടാത്ത നന്ദുവിനെ എന്തായാലും ഇനി അനിയും സ്വന്തമാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാനാണെങ്കിൽ നന്ദുവിൻ്റെ അമ്മയടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പോകുന്നൊക്കെ ഉള്ളൊരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മളെ കനകയെ കാണിക്കാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ നവീനാണെങ്കിൽ അവരുടെ ഫോട്ടോയൊക്കെ ഫോണിൽ പകർത്തിയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ നവീനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് നമ്മളെ കനകയെ കാണാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ കനകയുടെയൊക്കെ വീട്ടിലൊക്കെ ചെല്ലുന്നുണ്ട്. ചെല്ലുന്ന സമയത്ത് നമ്മളെ നവീനെ കാണുമ്പോഴത്തേക്ക് ഗോവിന്ദനും കനകയാണെങ്കിൽ നമ്മളെ നവീനെ സ്വീകരിച്ചൊക്കെ അകത്തോട്ട് ഇരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നവീനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇനി നന്ദുവിൻ്റെ കല്യാണമൊക്കെ നടത്തണ്ടേ, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കനകയും ഗോവിന്ദനും പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണം, ഇനിയിപ്പം അവളെ കല്യാണത്തിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നവീനാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളിവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരുന്നു, അവളെ മനസ്സാണെങ്കിൽ ഒരാളിവിടെ കീഴടക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ കനക ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ എന്തായി പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ നവീനാണെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോ കാണുന്ന സമയത്താണ് നമ്മൾ ഗോവിന്ദനും കനകയ്ക്കാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കനകയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്, ഇവളെന്തായി കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ഉള്ളൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ എങ്ങനെയും നവീൻ്റെ അടുത്ത് നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിൽ നമ്മളെ കനക പറയുന്നുണ്ട്, അത് അവർ തമ്മിൽ ഫ്രണ്ട്സാ മോനെ, അതുകൊണ്ട് അവർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവർ കാണുകയൊക്കെ ചെയ്യും, അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാറൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവീൻ പറയുന്നുണ്ട്, ഇതെന്തായാലും എനിക്ക് കണ്ടിട്ട് ഒരു ഫ്രണ്ട്സിലും അപ്പുറം ഒരു അടുപ്പം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു ആണെങ്കിൽ അവളൊരു പാവമാണ്, പക്ഷേ അനിയുടെ മനസ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത് ഇപ്പം അവനുമാണെങ്കിൽ ഡിവോഴ്സൊക്കെ ആവാൻ വേണ്ടിയൊക്കെ നിൽക്കുമല്ലേ, അപ്പം ഇനി അവൻ്റെ മനസ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നവീനാണെങ്കിൽ. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ പിന്നെ ഒരു ചെറിയ സൂചനയൊക്കെ നമ്മളെ ഗോവിന്ദനും കനകയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുവിനെ നവീൻ ഇഷ്ടമാണെന്നൊക്കെ ഉള്ള ചെറിയൊരു സൂചനയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നവീൻ അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഗോവിന്ദൻ്റെ അടുത്താണെങ്കിൽ കനക പറയുന്നുണ്ട്, അവൾ എന്തായാലും ഇങ്ങ് വരട്ടെ, ഇതിനാണ് അവൾ ഇവിടുന്ന് പുറത്തിറങ്ങി പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കനകയാണെങ്കിൽ നമ്മളെ നന്ദുവിനാണെങ്കിൽ നല്ല അടി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അവളൊരു പോലീസ് ഓഫീസർ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, അവൾ കാണിക്കുന്ന തെറ്റിനാണെങ്കിൽ ഞാൻ നല്ലത് അവൾക്ക് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവളെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മളെ കനകയാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ കനകയാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇനി നന്ദുവും നവീനുമായിട്ടുള്ള ഒരു ആലോചന നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ആ ഒരു പിന്നെ ആലോചന നമുക്കാണെങ്കിൽ തട്ടിക്കളയേണ്ട കാര്യമില്ല, നല്ലൊരു ആലോചനയല്ലേ, അതും നമ്മളെ നവീനും നന്ദുമായിട്ട് നല്ല ചേർച്ചയും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഗോവിന്ദനും കനകയും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇനിയിപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.